നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ശിവപാർവതി കുടുംബസങ്കല്പത്തെക്കുറിച്ചാണ്. എന്താണ് ശിവപാർവതി മുരുക ഗണേശ സങ്കല്പം? ശിവപാർവതി കുടുംബസങ്കല്പം എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ വിവരിച്ച് പറയുന്ന ഒരു സങ്കല്പത്തെയാണ് ശിവപാർവതി കുടുംബസങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, 7 ചക്രങ്ങൾ എങ്ങനെയാണ് ശിവപാർവതി കുടുംബസങ്കല്പം ആകുന്നത് എന്ന്. ഇതിപ്പോൾ നിങ്ങളിൽ ഞാൻ കാണിക്കുന്നത് 7 ആധാര ചക്രങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ. ഏറ്റവും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഇതിൻ്റെ ഏറ്റവും അവസാനത്തത് മൂലാധാരവും ഏറ്റവും ഉയർന്ന തലം സഹസ്രാരവും എന്നുള്ളതാണ്. ഈ മൂലാധാരം അല്ലെങ്കിൽ ഈ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ പറയപ്പെടുന്നത്, നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ പോയാൽ കാണും. ക്ഷേത്രങ്ങൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഗണപതിയുടെയും ഒരു സൈഡിൽ മുരുകൻ്റെയും പ്രതിഷ്ഠകൾ ഉണ്ടാവുകയും അതിന് അകത്തേക്ക് പോകുമ്പോൾ ശക്തിയായിട്ടുള്ള ദേവിയുടെ ഒരു വിഗ്രഹവും, അത് കഴിഞ്ഞിട്ടാണ് ശിവൻ എന്ന് പറയുന്ന വിഗ്രഹത്തിൽ നമുക്ക് ബിംബത്തെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഗണപതി? ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആദ്യത്തെ ചക്രമായ മൂലാധാര ചക്രത്തിൻ്റെ അധീമനാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്നുള്ള കാര്യം. അപ്പോൾ വിഘ്നേശ്വരനെ, അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ മൂലാധാരമായ ചക്രത്തെ ആക്റ്റീവ് ചെയ്യണം. അത് ഏത് ദേവനാണ്? ഗണപതിയാകും. ആ ഗണപതിയെ നമ്മൾ തൊഴുത് ഏത്തമിട്ട് ആ മൂലാധാര ചക്രത്തെ ആക്റ്റീവ് ആക്കിയതിന് ശേഷം, തമിഴ്നാട്ടിൽ മുരുകന് വേറൊരു പേരും കൂടെ ഉണ്ട്, ആറുമുഖൻ എന്നാണ്. എന്തുകൊണ്ടാണ് ആറുമുഖൻ എന്നുണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. 6 താമരകളിൽ ജനിച്ച കുഞ്ഞാണ് മുരുകൻ. എന്നിട്ട് അതിനെ ഒന്നാക്കുന്നതാണ്. എല്ലാവർക്കും കഥ അറിയുന്നതാണ്. അപ്പോൾ ഈ 6 താമരകളിൽ ജനിച്ച കുഞ്ഞെന്ന് പറയുന്നത് എന്താണ്? ഈ 6 ചക്രങ്ങളെയാണ്. ഈ 6 ചക്രങ്ങളെ ഒരു ശരീരത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് മുരുകനെ ഒന്നാക്കുന്നു എന്നുള്ള ഈ ഒരു പ്രക്രിയ ആയി മാറുന്നത്. അപ്പോൾ 6 ചക്രങ്ങളിൽ, അതിൽ 6 താമരകളിൽ ജനിച്ചവന് ആറുമുഖൻ. ആ 6 ചക്രങ്ങളാണ് നമ്മുടെ ശരീരങ്ങളിലെ ക്രോസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരങ്ങൾ 7 ചക്രങ്ങളായിട്ട് ലെവലായി നിൽക്കുന്ന 7 ചക്രങ്ങൾ, 6 ചക്രങ്ങളിൽ ആറുമുഖൻ എന്നുള്ള പേര് മുരുകൻ ഉണ്ടാകാൻ കാരണം അതുമാണ്. അതുകൊണ്ടാണ് മൂലാധാരമായ ഗണപതിയെ ആക്റ്റീവ് ചെയ്തതിന് ശേഷം, ചക്രങ്ങളെ ഉണർത്തിയതിന് ശേഷം മുരുകനാകുന്ന ആറുമുഖനെ, 6 ചക്രങ്ങളെയും നമ്മൾ തൊഴുത് അതിൻ്റെ പ്രക്രിയകളൊക്കെ നടത്തി അതിനെ ഉണർത്തിയതിന് ശേഷം നെറ്റിയിലുള്ള ശക്തി, അതായത് ആജ്ഞാചക്രത്തെ, അതായത് ആ ആജ്ഞാചക്രത്തെ സങ്കല്പം എന്ന് പറയുന്നത് ദേവിയാണ്. ഈ 6 ചക്രങ്ങളിൽ ഉണരുമ്പോൾ ആജ്ഞയാവുന്ന ശക്തി ഉണരുക, അതായത് ദേവീ ശക്തി നിങ്ങളുടെ പുരിക മധ്യത്തിൽ ഉണരുകയും ആ പുരിക മധ്യത്തിൽ നിന്നും നിങ്ങളുടെ കൂടുതൽ മെഡിറ്റേഷനും കൂടുതൽ യോഗാചര്യവും കൂടി നിങ്ങൾ പ്രയത്നിച്ച് 7ാമതാകുന്ന ശിവൻ എന്ന തത്വത്തിൻ്റെ സഹസ്രാരത്തിൽ നിങ്ങൾ എത്തുകയും ആ സഹസ്രാരം ഉണർന്നതിന് ശേഷം നിങ്ങൾ എപ്പോഴും ഒരു ധ്യാനാവസ്ഥയിൽ, ആനന്ദമാകുന്ന ധ്യാനാവസ്ഥയിലായി മാറുകയും ചെയ്യും. ഇതാണ് ശിവ പാർവതി കുടുംബ സംഘത്തിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.